വെൽക്കം ബാക്ക് ടു സി എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. റെഡ് സെൽ സൈറ്റോപ്ലാസത്തിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതുകൂടാതെ ഒരു മെച്ചുവർ ആയിട്ടുള്ള സെല്ലിൻ്റെ ഡ്രൈ വെയിറ്റ് എടുത്ത് നോക്കിയാൽ അതിലൊരു 90% വരുന്നത് ഈ ഒരു ഹീമോഗ്ലോബിൻ ആണ്. ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ഹീം ആൻഡ് ഗ്ലോബിൻ. ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ് ഈ ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ടെട്രാമർ ആണ്. അതിൽ 2 പെയേഴ്സ് ഓഫ് സിമിലർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഗ്ലോബിൻ ചെയിൻസ് എന്ന് വിളിക്കുന്നു. ഈച്ച് ഓഫ് ദ 4 ചെയിൻസ് ഈസ് അറ്റാച്ച്ഡ് ദ ഹീം. അതായത് 4 ചെയിനുകളും ഹീമുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പ്രോട്ടോ പോർഫയറിൻ്റെയും ഫെറസ് ഫോമിലുള്ള അയേണിൻ്റെയും ഒരു കോംപ്ലക്സ് ആണ് ഹീം എന്ന് പറയുന്നത്. ഇതാണ് ഹീമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിതിൽ പറഞ്ഞിരുന്നു 2 പെയേഴ്സ് ഓഫ് സിമിലർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആൽഫ ചെയിനും 2 ആൽഫ ചെയിൻസ് ഉണ്ട്. അതായത് ഒരു പെയർ ഓഫ് ആൽഫ ചെയിനും ഒരു പെയർ ഓഫ് ബീറ്റ ചെയിൻസും ഇതിൽ കാണപ്പെടുന്നുണ്ട്. കൂടാതെ ഇതിനൊരു ഹീമുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അഡൾട്ടിൽ കാണപ്പെടുന്ന മേജർ ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഒരു 96% വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് HbA ആണ്. ഈ HbAക്ക് എന്തുണ്ടായിരിക്കും? 2 ആൽഫ ഗ്ലോബിൻ ചെയിൻസും 2 ബീറ്റ ഗ്ലോബിൻ ചെയിൻസും ഉണ്ടായിരിക്കും. ആൽഫ 2 ബീറ്റ 2 ചെയിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നേരത്തെ കാണിച്ച പിക്ചറിലും ഈ ഒരു പിക്ചറിലും വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് 2 ബീറ്റ ചെയിൻസ് ഉണ്ട്. അതായത് B1 B2 ദെൻ 2 ആൽഫ ചെയിൻസും ഉണ്ട്. ഗ്ലോബിൻ ചെയിൻസ്, അതായത് ആൽഫ ഗ്ലോബിൻ ചെയിൻസിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് കോഡ് ചെയ്യേണ്ട ജീൻ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോമസോം 16 അതുപോലെ ബീറ്റ ഗ്ലോബിൻ ചെയിൻസിൻ്റെ ഫോർമേഷന് കോഡ് ചെയ്യാനുള്ള ജീൻസ് കാണപ്പെടുന്നത് ക്രോമസോം 11 ഇനി അഡൾട്ടിലാണെങ്കിൽ മൈനർ എമൗണ്ട് ഓഫ് HbA2 അതായത് ആൽഫ 2 ബീറ്റ 2 ഈസ് ഓൾസോ പ്രസൻറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ലെസ് ദാൻ 3.5%. എംബ്രിയോണിക് ആൻഡ് ഫീറ്റൽ ലൈഫിൻ്റെ ടൈമിലാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിനും അവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഗോവർ 1 എന്ന് പറയുന്നത് ഈ ഒരു ഏർലി എംബ്രിയോണിക് ലൈഫിലാണ് അത് കാണപ്പെടുന്നത്. ദെൻ വരുന്നതാണ് ഗോവർ 2 ആൻഡ് HB പോർട്ട്ലാൻഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ 8th വീക്ക് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു 8 ആഴ്ച ഡെവലപ്മെൻറ്റിൻ്റെ ഒരു 8 ആഴ്ച കടന്നിട്ടുണ്ടെങ്കിൽ ഈ എംബ്രിയോണിക് ഹീമോഗ്ലോബിൻസ് എന്ന് പറയുന്നത് റീപ്ലേസ്ഡ് ബൈ ഫീറ്റൽ ഹീമോഗ്ലോബിൻ. എന്ത് ചെയ്യുന്നു? ഈ എംബ്രിയോണിക് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻസ് അത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഫീറ്റൽ ഹീമോഗ്ലോബിൻസ് വരുന്നു. ബർത്തിന് ശേഷവും, അതായത് ആഫ്റ്റർ ബർത്തിന് ശേഷവും എന്ത് ചെയ്യുന്നു? ഇത് ഒരു പ്രിഡോമിനൻറ്റ് ഹീമോഗ്ലോബിനായിട്ട്, അതായത് പ്രധാന ഹീമോഗ്ലോബിനായിട്ട് തന്നെ ഇത് റിമെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ടോട്ടൽ ഹീമോഗ്ലോബിൻ്റെ ഒരു 50 മുതൽ 90% വരെ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ജനനത്തിന് ശേഷം ഇതിൻ്റെ കോൺസെൻട്രേഷൻ പതുക്കെ കുറയുകയാണ് ചെയ്യുന്നത്. ഒരു 30 വീക്സ് ഓഫ് ഏജ് ഒക്കെ ആകുമ്പോൾ ഇത് അങ്ങനെ കുറഞ്ഞിട്ട് ഈ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ട് അത് ലെസ് ദാൻ 2% ആയിട്ട് മാറുന്നു. അതിനുശേഷം പിന്നെ ഈ HbA എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ ആയിരിക്കും അവിടെ പ്രിഡോമിനൻറ്റ് ഹീമോഗ്ലോബിനായിട്ട് ഇരിക്കുന്നത്, പ്രധാന ഹീമോഗ്ലോബിനായിട്ട് മാറുന്നത്. ദെൻ ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിനും അതിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഏജ് അറ്റ് വിച്ച് ദേ ആർ പ്രസൻറ്റും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അഡൾട്ട് ഹീമോഗ്ലോബിനാണ് HbA എന്ന് പറയുന്നത്, അത് അഡൾട്ടിലാണ് കാണപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ A2 എന്ന് പറയുന്നത് അത് വെരി സ്മോൾ എമൗണ്ട്, ഒരു 3% ആയിട്ട് അത് അഡൾട്ടിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ ഫീറ്റൽ ഹീമോഗ്ലോബിൻ, അതാണ് HbF എന്ന് പറയുന്നത്, അത് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ആൽഫ 2 ഗാമ 2 ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് കാണപ്പെടുന്നത് ഒരു ഫീറ്റൽ ലൈഫിലൊക്കെയാണ് അത് കാണപ്പെടുന്നത്. ദെൻ HB പോർട്ട്ലാൻഡ് എന്ന് പറയുന്നത് കാണപ്പെടുന്നത് എംബ്രിയോണിക് ലൈഫിലാണ്. അപ്പോൾ എംബ്രിയോണിക് ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് HB പോർട്ട്ലാൻഡ്, പിന്നെ ഗോവർ 1 ഗോവർ 2 ഒക്കെയാണ്. ദെൻ ഹീമോഗ്ലോബിൻ ബാർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് ഫീറ്റൽ ലൈഫിലും ദാറ്റ് ഇൻക്രീസസ് എന്തിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്? തലാസ്മിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിനും അത് ഏത് സ്റ്റേജിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീം ഹാസ് ദ എബിലിറ്റി ടു ബൈൻഡ് ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. റിവേഴ്സിബിളി ആൻഡ് ക്യാരി ഇറ്റ് ടു ദ ടിഷ്യൂസിലോട്ട് ഇതിനെ ക്യാരി ചെയ്യുന്നു. അതുകൂടാതെ ഇതിന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ചിനെ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലങ്സിനും
ടിഷ്യൂസിനും ഇടയിലുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ചിനെ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ ഹീമോഗ്ലോബിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രൈമറി മീഡിയമായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈമറി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ചിനുള്ള ഒരു പ്രൈമറി മീഡിയമായിട്ട് ഈ ഒരു ഹീമോഗ്ലോബിൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ എസ്റ്റിമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ലബോറട്ടറിയിൽ ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെത്തേഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് കളറിനെ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡുകളാണ് സാലീസ് ഓർ ആസിഡ് ഹെമാറ്റിൻ മെത്തേഡ്, സയാൻമത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്, അതുകൂടാതെ ഓക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ് ആൻഡ് ആൽക്കലൈൻ ഹെമാറ്റിൻ മെത്തേഡ്. അപ്പോൾ ഇത് കളറിനെ ഡെവലപ്മെൻറ്റ് ഓഫ് കളറിനെ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡുകളാണ്. മെഷർമെൻറ്റ് ഓഫ് ഓക്സിജൻ കമ്പൈനിങ് കപ്പാസിറ്റി ആൻഡ് മെഷർമെൻറ്റ് ഓഫ് അയൺ കണ്ടൻറ്റ്, ഇതൊക്കെ ഇതിൽ വരുന്ന ടെസ്റ്റുകൾ തന്നെയാണ്. മെത്തേഡ്സ് ബേസ്ഡ് ഓൺ കളർ ഡെവലപ്മെൻറ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് സാലീസ് ആസിഡ് ഹെമാറ്റിൻ മെത്തേഡും അതുപോലെ തന്നെ സയാൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡും. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ബ്ലഡിനെ നമ്മളൊരു N/10 HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ആസിഡ് ഹെമാറ്റിനായിട്ട് കൺവേർട്ടഡ് ആവുന്നു എന്നാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ആ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഈ ഒരു ആസിഡ് ഹെമാറ്റിൻ്റെ ബ്രൗൺ കളറിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ബ്രൗൺ കളർ, ഈ കമ്പാരറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് ബ്രൗൺ കളറായിട്ട് ഇതിനെ മാച്ച് ചെയ്ത് നോക്കുന്നു. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ബ്രൗൺ കളർ, അപ്പോൾ ഈ ബ്രൗൺ കളറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടെ എത്രമാത്രം ആസിഡ് ഹെമാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. വിച്ച് ഇൻ ടേൺസ് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് സാമ്പിൾ. അത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് ആ ബ്ലഡ് സാമ്പിളിൽ ഉള്ള ഹീമോഗ്ലോബിൻ്റെ അളവിനെ അത് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നു. എക്യുപ്മെൻറ്റ് റിക്വയർഡ്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്? അപ്പോൾ ഹീമോസൈറ്റോമീറ്റർ വിച്ച് കൺസിസ്റ്റ് ഓഫ്, ഒരു ഹീമോസൈറ്റോമീറ്ററിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു കമ്പാരറ്റർ ബോക്സ് ഉണ്ടായിരിക്കും വിച്ച് ഹാസ് എ ബ്രൗൺ കളേർഡ് ഗ്ലാസ് ഓൺ എയ്തർ സൈഡ്. അതിൻ്റെ എയ്തർ സൈഡിലായിട്ട് ഒരു ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു HB പിപ്പറ്റ് ഉണ്ടായിരിക്കണം വിച്ച് ഈസ് മാർക്ക്ഡ് അപ് ടു 20 mm³, അതായത് 0.02 ml ബ്ലഡ്. ഒരു HB പിപ്പറ്റ് ഉണ്ടായിരിക്കണം. അത് എത്രയാണ്? 20 mm³ അതിൽ മാർക്ക് ചെയ്തിരിക്കണം. ട്യൂബ് വിത്ത് മാർക്കിംഗ് ഓഫ് HB ഓൺ വൺ സൈഡ്. ദെൻ ഒരു ഗ്ലാസ് റോഡ് ആവശ്യമാണ്, ഡ്രോപ്പർ ആവശ്യമാണ്. ദെൻ റിയേജൻ്റ് ആയിട്ട് വരുന്നത് N/10 HCl ആവശ്യമാണ്, ഡിസ്റ്റിൽഡ് വാട്ടറും ആവശ്യമാണ്. ഇനി സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് വീനസ് ബ്ലഡ് കളക്റ്റഡ് ഇൻ EDTA ആണ് നമ്മുടെ സാമ്പിൾ ആയിട്ട് വരുന്നത്. പ്രൊസീജിയർ, അപ്പോൾ പ്രൊസീജിയറിൽ നമ്മൾ പറയുന്നത് ഒരു 2 gram പെർസെൻറ്റേജ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് വരെ നമ്മൾ അതിലോട്ട് ഈ ഒരു N/10 HCl ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ EDTA സാമ്പിൾ ഉണ്ട്, അത് നമ്മൾ ഇൻവേർഷൻ മെത്തേഡ് വഴി നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ പിപ്പറ്റിനെ ഫിൽ വിത്ത് 0.02 ml ബ്ലഡ് വെച്ചിട്ട് ഈ പിപ്പറ്റ് ഫിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു പിപ്പറ്റിൻ്റെ എക്സ്റ്റേണൽ സർഫേസ് നമ്മൾ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അവിടെയുള്ള എക്സസ് ബ്ലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ബ്ലഡിനെ ആഡ് ദ ബ്ലഡ് ഇൻ ടു ദ ട്യൂബ് കണ്ടെയ്നിങ് HCl കണ്ടെയ്നിങ് ആയിട്ടുള്ള ഈ ഒരു ട്യൂബിലോട്ട് നമ്മൾ ഈ ബ്ലഡിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. Wash out the content of the pipette by drawing in and blowing out the acid 2 to 3 times. അതിനുശേഷം നമ്മൾ ഈ പിപ്പറ്റിലുള്ള ഈ കണ്ടൻറ്റിനെ ഒക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ബ്ലഡിന് നമ്മൾ ആസിഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? thoroughly ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. allow to stand undistributed for 10 minutes. ഈ ഒരു ഹീമോഗ്ലോബിനോമീറ്റർ ട്യൂബ് നമ്മൾ കമ്പാരറ്ററിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഡ്രോപ്പായിട്ട് ഈ ഒരു സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക ടിൽ ഇറ്റ്സ് കളർ മാച്ചസ് വിത്ത് ദാറ്റ് ഓഫ് ദ കമ്പാരറ്റർ ഗ്ലാസ്. ആ ഒരു കമ്പാരറ്റർ ഗ്ലാസിൻ്റെ ആ ഒരു കളറിനനുസരിച്ചിട്ട് ഇത് മാച്ച് ആവുന്നത് വരെ അത് എന്ത് ചെയ്യണം? സ്റ്റിർ ചെയ്ത് കൊടുക്കുക. വൈൽ മാച്ചിങ് ദ കളർ, ഈ ഒരു കളർ മാച്ച് ആയതിനു ശേഷം ദ ഗ്ലാസ് റോഡ് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദ സൊല്യൂഷൻ. ഈ ഗ്ലാസ് റോഡ് നമ്മൾ ആ സൊല്യൂഷനിൽ നിന്നും റിമൂവ് ചെയ്യുന്നു ആൻഡ് ഹെൽഡ് വേർട്ടിക്കലി ഇൻ ദ ട്യൂബ്.
സ്റ്റിറർ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ ഉള്ള ആ ഒരു ഡൈല്യൂട്ടഡ് ആസിഡ് ഹെമാറ്റിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് നോട്ട് ചെയ്തുകൊണ്ട് ആ ഒരു റീഡിങ് നമ്മൾ ഡയറക്റ്റ്ലി എടുക്കുക. എടുത്തതിന് ശേഷം അത് നമ്മൾ ഗ്രാം പെർസെൻറ്റേജിലാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ടു പെർഫോം ആണ്, ക്വിക്കാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, അതുപോലെ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബിസൈഡ് പ്രൊസീജിയർ, ഡസ് നോട്ട് റിക്വയർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. ഇതിന് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒന്നും ആവശ്യമില്ല. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലെസ് ആക്യുറേറ്റ് ആണ്. പിന്നെ അതായത് ഓൾ ഹീമോഗ്ലോബിൻ, അതായത് ഓക്സി ഹീമോഗ്ലോബിൻ, സെൽഫ് ഹീമോഗ്ലോബിൻ ആർ നോട്ട് കൺവേർട്ടഡ് ടു ആസിഡ് ഹെമാറ്റിൻ ആൻഡ് ഹെൻസ് ദ വാല്യൂ ഓഫ് HB ഒബ്റ്റൈൻഡ് ഈസ് ലെസ് ദാൻ ദ ആക്ച്വൽ വാല്യൂ. അതായത് എല്ലാ ഹീമോഗ്ലോബിനും, അതായത് ഓക്സി ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ സെൽഫ് ഹീമോഗ്ലോബിനും ഒന്നും എന്തായിട്ട് മാറുന്നില്ല, ആസിഡ് ഹെമാറ്റിനായിട്ട് കൺവേർട്ടഡ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഹീമോഗ്ലോബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ദ കളർ ഓഫ് ആസിഡ് ഹെമാറ്റിൻ ഡെവലപ്പ് സ്ലോലി. ഈ ഒരു ആസിഡ് ഹെമാറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് അത് ഫെയ്ഡ് ആവുന്നുണ്ട്. സോ ഈ ഡൈലൂഷൻ മസ്റ്റ് ബി ഡൺ എക്സാക്ട്ലി ആഫ്റ്റർ 10 minutes വെൻ ദ കളർ ഡെവലപ്മെൻറ്റ് ഈസ് മാക്സിമം. ഈ ഒരു കളർ ഡെവലപ്മെൻറ്റ് മാക്സിമം ആയിരിക്കുന്ന സമയത്ത് ഒരു ആഫ്റ്റർ 10 minutesനുള്ളിൽ തന്നെ നമ്മൾ ഈ ഡൈലൂഷൻ എന്ന് പറയുന്നത് നടത്തേണ്ടതാണ്. മാച്ചിങ് ഓഫ് കളറിൽ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു മാച്ചിങ് പോയിന്റ് കടന്നു പോവുകയാണെങ്കിൽ, പാസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ വോൾ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു കമ്പാരറ്റർ ബോക്സിൻ്റെ കളർ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ചിട്ട് ഫെയ്ഡ് ആവുന്നുണ്ട്. കൂടാതെ നെക്സ്റ്റ് വരുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രൂ സ്റ്റാൻഡേർഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സിഗ്നിഫിക്കൻസ് ആണ്. ലോ HB വാല്യൂ, അതായത് ലോ ഹീമോഗ്ലോബിൻ വാല്യൂ. ഈ ലോ ഹീമോഗ്ലോബിൻ വാല്യൂ എന്ന് പറയുന്നത് അനീമിയാസിലൊക്കെയാണ് അത് കാണപ്പെടുന്നത്. ഈ ഹീമോഗ്ലോബിൻ ലെവൽ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സിവിയറിറ്റി ഓഫ് അനീമിയ. അനീമിയയുടെ ഈ ഒരു സിവിയറിറ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഹീമോഗ്ലോബിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. മോർഫോളജിക്കൽ ടൈപ്പിംഗ് ഓഫ് ദ അനീമിയ ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ. ഹൈ HB വാല്യൂസ്. അപ്പോൾ ഈ ഹൈ ഹീമോഗ്ലോബിൻ വാല്യൂസ് എന്ന് പറയുന്നത് അത് കാണപ്പെടുന്നത് പോളിസ്തീമിയ ഉള്ള ആ ഒരു കേസിലാണ്. അപ്പോൾ മോർ ദൻ ഫീമെയിലാണെന്നുണ്ടെങ്കിൽ 16.5 GM/DL ആയിരിക്കും. അതുപോലെ തന്നെ മെയിലാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 18.5 GM/DL ആയിരിക്കും ആ ഒരു ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്ന ആ ഒരു ടേബിളിൽ പറയുന്നത് ബ്ലഡ് കോൺസെൻട്രേഷൻ ഹീമോഗ്ലോബിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. ഒരു അഡൾട്ട് ഒരു അഡൾട്ട് മെയിലാണെന്നുണ്ടെങ്കിൽ 13.5 to 17.5 ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരിക്കുക. അഡൾട്ട് ഫീമെയിൽ ആണെങ്കിൽ 11.5 to 15.5 ആണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു ചൈൽഡ് 1 year to puberty ആയിട്ടുള്ള ചൈൽഡിലാണെങ്കിൽ, ആ ഒരു റേഞ്ചിലുള്ള ചൈൽഡാണെങ്കിൽ അവരിൽ വരുന്നത് 11.0 to 13.5 ആണ്. ഇനി ഒരു 3 month ഒക്കെ ആയിട്ടുള്ള ഒരു ബേബി ആണെന്നുണ്ടെങ്കിൽ അവരിൽ വരുന്ന ഈ ഒരു ബ്ലഡ് കോൺസെൻട്രേഷൻ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 9.5 to 12.5 ആയിരിക്കും. ന്യൂ ബോൺ ആണെന്നുണ്ടെങ്കിൽ 15.0 to 21.0. ആൽക്കലൈൻ ഹെമാറ്റിൻ മെത്തേഡ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇൻ ആൽക്കലൈൻ ഹെമാറ്റിൻ മെത്തേഡിലാണെങ്കിൽ ഈ HB എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആൽക്കലി, അതായത് N/10 NaOHൻ്റെ അഡീഷൻ വഴി ഇവിടെ എന്ത് ചെയ്യുന്നു, ഹീമോഗ്ലോബിൻ ആൽക്കലി ഹെമാറ്റിനായിട്ട് കൺവേർട്ടഡ് ആയിട്ട് മാറുന്നു. ദ ആൽക്കലി ഹെമാറ്റിൻ ഫോംഡ് ഈസ് ബ്രൗൺ ഇൻ കളർ, അത് ബ്രൗൺ ഇൻ കളർ ആയിരിക്കും. ആൻഡ് ഈസ് റീഡ് അഗെയിൻസ്റ്റ് കമ്പാരറ്റീവ് സ്റ്റാൻഡേർഡ് ഓർ ഇൻ എ കലോറിമീറ്റർ. എങ്ങനെയാണ് ഇതൊരു കമ്പാരറ്റീവ് സ്റ്റാൻഡേർഡിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കലോറിമീറ്ററിലോ വെച്ചിട്ടാണ് ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് ഇൻ യൂസ്. ഈ ഒരു മെത്തേഡ് നമ്മൾ അങ്ങനെ അധികം യൂസ്ഡ് ചെയ്യാത്ത ഒരു മെത്തേഡാണ്. ഇത് വരുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൺലൈക്ക് സാലീസ് മെത്തേഡ്, ഈ ഒരു സാലീസ് മെത്തേഡ് പോലെയല്ല. ഇവിടെ കാർബോക്സിൽ ഹീമോഗ്ലോബിനും അതുപോലെ സെൽഫ് ഹീമോഗ്ലോബിനും എന്തായി മാറുന്നുണ്ട്, ആൽക്കലി ഹെമാറ്റിനായിട്ട് മാറുന്നുണ്ട്, കൺവേർട്ടഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം നമ്മുടെ ആ സാലീസ് മെത്തേഡിൽ അത് കൺവേർട്ടഡ് ആവുന്നില്ല. നെക്സ്റ്റ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻ്റ് ആയിരിക്കും ടു ഡീനാച്ചുറേഷൻ ബൈ ആൽക്കലി ആൻഡ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ലെവൽ ഓഫ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. അപ്പോൾ എന്താണ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്, ഈ ആൽക്കലി യൂസ് ചെയ്തിട്ടുള്ള ഡീനാച്ചുറേഷനോട് ഇത് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഈ ബ്ലഡിലുള്ള ഫീറ്റൽ ഹീമോഗ്ലോബിന്
അതിൻ്റെ ആ ഒരു ലെവൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ആൽക്കലിയുടെ അഡീഷൻ മൂലം ഈ ബ്ലഡ് എന്ന് പറയുന്നത് ആൽക്കലൈൻ ഹെമാറ്റിനായിട്ട് കൺവേർട്ടഡ് ആവുന്നു. അതുപോലെ അതിൻ്റെ ആ ഒരു കളറ് മെഷർ ചെയ്യുന്നത് കലോറിമീറ്ററിൽ ഒരു 540 നാനോമീറ്ററിലാണ് നമ്മൾ ആ ഒരു കളറ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഗീവ് എ ട്രൂ എസ്റ്റിമേറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ്റെ ഒരു ട്രൂ എസ്റ്റിമേറ്റ് തന്നെ ഇത് തരുന്നുണ്ട്. ആൻഡ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്. അപ്പോൾ ഈ പ്ലാസ്മ പ്രോട്ടീൻ അതുപോലെ തന്നെ ലിപ്പിഡിൻ്റെ പ്രസൻസ് കൊണ്ടൊന്നും ഇത് ആ വാല്യൂവിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് റുട്ടീനിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഒരു സയാന്ത് ഹീമോഗ്ലോബിൻ മെത്തേഡിനെ അനുസരിച്ച് നോക്കുമ്പോൾ ഇത് ലെസ് ആക്യുറേറ്റ് ആണ്. കൂടാതെ ചില എച്ച് ബി പറയുമ്പോൾ ഹീമോഗ്ലോബിൻസ്, അതായത് ഫീറ്റൽ ഹീമോഗ്ലോബിൻസും ഒക്കെ ഇത് ആൽക്കലൈൻ ഡീനാച്ചുറേഷനോട് റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടൊക്കെ ഇത് റുട്ടീനിൽ യൂസ് ചെയ്യുന്ന ഒന്നല്ല. നെക്സ്റ്റ് പറയുന്ന മെത്തേഡാണ് സയാത്മത് ഹീമോഗ്ലോബിൻ മെത്തേഡ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ സയനൈഡ് HICN മെത്തേഡ്. ഇൻ്റർനാഷണൽ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു സയാത്മത് ഹീമോഗ്ലോബിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ബ്ലഡ് ഈസ് ഡയലൂട്ടഡ് ഇൻ എ സ്റ്റേബിൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഫെറിസൈനൈഡ് ആൻഡ് പൊട്ടാസ്യം സൈനൈഡ് അതുപോലെ പൊട്ടാസ്യം ഫെറിസൈനൈഡ് സൊല്യൂഷൻ അതിൻ്റെ ഒരു സ്റ്റേബിൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷനുമായിട്ട് ഡയലൂട്ടഡ് ചെയ്യുന്നു. പൊട്ടാസ്യം ഫെറിസൈനൈഡ് എന്ത് ചെയ്യുന്നു? ഹീമോഗ്ലോബിനെ ഫസ്റ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് മെത്ത് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പൊട്ടാസ്യം സൈനൈഡിലുള്ള സൈനൈഡ് അയോൺസ് മെത്ത് ഹീമോഗ്ലോബിനെ എന്താക്കി മാറ്റുന്നു? ഒരു സ്റ്റേബിൾ സയാന്ത് ഹീമോഗ്ലോബിനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദ സയാന്ത് ഹീമോഗ്ലോബിൻ ഹാസ് എ ബ്രോഡ് അബ്സോർപ്ഷൻ. ഇതിന് ഒരു ബ്രോഡ് അബ്സോർപ്ഷൻ ഉണ്ട്, മാക്സിമം ബീയിങ് അറ്റ് ദ വേവ് ലെങ്ത് ഓഫ് 540 നാനോമീറ്റർ. പിന്നെ ദ കളർ ഓഫ് ദിസ് സൊല്യൂഷൻ ഈസ് കമ്പയർഡ് അഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് HICN solution of non-HB value in a spectrophotometer. സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. At 540 nanometer of in a calorimeter using a yellow-green filter. ഡ്രാംകിൻസ് റിയേജൻസ്. അപ്പോൾ ഈ ഒരു ഒറിജിനൽ ഡ്രാംകിൻസ് റിയേജൻ്റ് ആണെങ്കിൽ അതിൻ്റെ pH എന്ന് പറയുന്നത് 8.6 ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രാംകിൻ റിയേജൻറ്റിൻ്റെ pH എന്ന് പറയുന്നത് 7.7 to 7.4 ആയിരിക്കും. ഇനി ഇതിൽ വരുന്ന എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് നോക്കാം. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഫെറിസൈനൈഡ് ഉണ്ടായിരിക്കും 200 mg, പൊട്ടാസ്യം സൈനൈഡ് ഉണ്ട് 50 mg, ആൻഡ് പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് 140 mg, and non-ionic detergent 1 ml, distilled or deionized water up to 1 liter. ഇതൊരു പെയിൽ യെല്ലോ ഇൻ കളർ ആയിരിക്കും ആൻഡ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ റൂം ടെമ്പറേച്ചറിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്. എന്തിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്? ഒരു ബ്രൗൺ ഗ്ലാസ് ബോട്ടിൽസിലായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. എക്യുപ്മെൻറ്റ് റിക്വയർഡ്. ഒരു HB പിപ്പറ്റ് ഉണ്ടായിരിക്കും, സ്പെക്ട്രോഫോട്ടോമീറ്റർ, പിന്നെ റിയേജൻസ് റിക്വയർഡ്, നമുക്ക് ആവശ്യമുള്ള റിയേജൻസ്. ദ സൊല്യൂഷൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് പെയിൽ യെല്ലോ ഇൻ കളർ ആയിരിക്കണം. When measured against water as in blank in a spectrophotometer at the wavelength of 540 nanometer, the absorbance must be 0. വാട്ടറാണ് നമ്മളിവിടെ ബ്ലാങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ വേവ് ലെങ്ത്ത് 540 നാനോമീറ്ററിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ അബ്സോർബൻസ് 0 ആയിരിക്കണം. The solution is unstable if exposed to light and can be stored at room temperature in a brown ബോറോസിലിക്കേറ്റ് ബോട്ടിൽസ് ഫോർ സെവറൽ മന്ത്സ്. അപ്പോൾ ഈ സൊല്യൂഷൻ ലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. ഇതിനെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ബ്രൗൺ ബോറോസിലിക്കേറ്റ് ബോട്ടിൽസിലാണെങ്കിൽ ഇതിനെ നമുക്ക് സെവറൽ മന്ത്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇഫ് റൂം ടെമ്പറേച്ചർ ഈസ് ഹയർ ദാൻ 30 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതലാണ് അവിടെയുള്ള ആ ഒരു റൂം ടെമ്പറേച്ചർ എങ്കിൽ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു റെഫ്രിജറേറ്ററിൽ നമ്മളിതിനെ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ബട്ട് ബ്രോഡ് ടു റൂം ടെമ്പറേച്ചർ ബിഫോർ യൂസ്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരേണ്ടതായിട്ടും ഉണ്ട്. ദ സൊല്യൂഷൻ മസ്റ്റ് നെവർ ബി ഫ്രോസൺ. ഈ സൊല്യൂഷൻ ഒരിക്കലും ഫ്രോസൺ ആവാൻ പാടില്ല. പിന്നെ pH ഓഫ് ദ സൊല്യൂഷൻ മസ്റ്റ് ബി ചെക്ക്ഡ് എവറി മന്ത്. ഓരോ മാസവും നമ്മൾ ഈ സൊല്യൂഷൻ്റെ pH ചെക്ക് ചെയ്യണം. ഡിസ്കാർഡ് ദ സൊല്യൂഷൻ ഇഫ് ഫൗണ്ട് ടു ബി ടർബിഡ്, അല്ലെങ്കിൽ ഇഫ് pH ഈസ് ഔട്ട്സൈഡ് റേഞ്ച്, ഇറ്റ്സ് അബ്സോർബൻസ് ഈസ് നോട്ട് 0 അറ്റ് 540 നാനോമീറ്റർ. അപ്പം നമുക്ക് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടർബിഡായിട്ട് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ pH
ഔട്ട്സൈഡ് റേഞ്ച് ആണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ അബ്സോർബൻസ് 0 അല്ല എന്നുണ്ടെങ്കിലോ നമുക്ക് ആ ഒരു സൊല്യൂഷനെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തിരിക്കണം. ഡു നോട്ട് പ്രിപ്പയർ ഡ്രാപ്കിൻ സൊല്യൂഷൻ ബൈ മൗത്ത്. നമുക്ക് ഈ ഡ്രാപ്കിൻ സൊല്യൂഷനെ നമുക്ക് ഒരിക്കലും മൗത്ത് വെച്ചിട്ട് പിപ്പറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അവോയ്ഡ് മൗത്ത് പിപ്പറ്റിങ്. ദെൻ സാമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വീനസ് ബ്ലഡ് ആണ്, ദാറ്റ് ഈസ് കളക്റ്റഡ് ഇൻ EDTA. പ്രൊസീജിയർ: നമ്മളൊരു 5 ml ഡ്രാപ്കിൻ സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. മിക്സ് ദ ബ്ലഡ് സാമ്പിൾ ബൈ ജെൻറ്റൽ ഇൻവേർഷൻ വഴി ഈ ഒരു ബ്ലഡ് സാമ്പിളിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഡ്രോ 0.02 ml ഓഫ് ബ്ലഡ് ഇൻ ടു ദ HB പിപ്പറ്റിൽ ഒരു 0.02 ml ബ്ലഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പിപ്പറ്റിൻ്റെ ഔട്ട്സൈഡ് സർഫസ് അല്ലെങ്കിൽ ഔട്ടർ സർഫസ് നമ്മൾ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ടു റിമൂവ് എക്സസ് ബ്ലഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ഒരു പിപ്പറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ട്യൂബ് കണ്ടെയ്നിങ് ഡ്രാപ്കിൻ സൊല്യൂഷനിലോട്ട് പ്ലേസ് ചെയ്യുക ആൻഡ് സ്ലോലി എക്സ്പെൽ. അതിനുശേഷം പതുക്കെ ഈ ഒരു ബ്ലഡ് ഈ ഒരു സൊല്യൂഷനിലോട്ട് എക്സ്പെൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിക്സ് വെൽ ആൻഡ് ലെറ്റ് ഇറ്റ് സ്റ്റാൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ 5 minutes. ഇവിടെ നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആവാനായിട്ട് 5 minutes മാത്രമാണ് അത് വെക്കുന്നത്. അതിനുശേഷം ഈ ഒരു സ്പെക്ട്രോഫോട്ടോമീറ്ററിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് അതിൻ്റെ OD ഒരു 0 ആക്കിയിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാങ്ക് ഡ്രാപ്കിൻ സൊല്യൂഷൻ തന്നെയാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ്റെ അബ്സോർബൻസ് 514 നാനോമീറ്ററിൽ മെഷർ ചെയ്യുന്നത്. ദെൻ കാൽക്കുലേറ്റ് ദ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ യൂസിങ് സ്റ്റാൻഡേർഡ് കർവ്. അതിനുശേഷം ഒരു സ്റ്റാൻഡേർഡ് കർവ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഓൾ ഫോം ഓഫ് HB എക്സെപ്റ്റ് സെൽഫ് ഹീമോഗ്ലോബിൻ ആർ കൺവേർട്ടഡ് ടു HICN. അതായത് എന്താ പറയുന്നത്, ഈ ഒരു സെൽഫ് ഹീമോഗ്ലോബിൻ ഒഴികെയുള്ള എല്ലാ HB ഫോമുകളും അത് സയാന്ത് മെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ടഡ് ആവുന്നുണ്ട്. വിഷ്വൽ എറർ ഈസ് നോട്ട് there as no color matching is required. Cyanide meth hemoglobin solution is stable ആണ് ആൻഡ് ഇറ്റ്സ് കളർ ഡസ് നോട്ട് ഫെയ്ഡ് വിത്ത് ടൈം. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ടൈമിനനുസരിച്ചിട്ട് ഫെയ്ഡ് ആവുന്നില്ല. സോ റീഡിങ് മെ നോട്ട് ബി ടേക്കൺ ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് തന്നെ റീഡിങ് നമുക്ക് അത്ര പെട്ടെന്നൊന്നും എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അബ്സോർബൻസ് മേ ബി മെഷേർഡ് സൂൺ ആഫ്റ്റർ ഡയലൂഷന് ശേഷമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അബ്സോർബൻസ് മെഷർ ചെയ്യുന്നത്. A reliable and stable reference standard is available from World Health Organization for direct comparison. അപ്പോൾ എന്താണ്, ഇതിന് കമ്പാരിസണ് വേണ്ടിയിട്ട് തന്നെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിന്നുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് അവൈലബിൾ ആണ്. ഇനി ഈ മെത്തേഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഡയലൂട്ടഡ് ബ്ലഡ് ഹാസ് ടു സ്റ്റാൻഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം ടു എൻഷുർ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് HP. അതാണ് ഫസ്റ്റ് പറയുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ദെൻ പൊട്ടാസ്യം സയനൈഡ് എന്ന് പറയുന്നത് പോയ്സണസ് സബ്സ്റ്റൻസ് ആണ്. നമുക്കറിയാം അതൊരു പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഡ്രാപ്കിൻ സൊല്യൂഷൻ മസ്റ്റ് നെവർ ബി പിപ്പറ്റഡ് ബൈ മൗത്ത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ഡ്രാപ്കിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വായ കൊണ്ട്, അതായത് മൗത്ത് യൂസ് ചെയ്തിട്ട് പിപ്പറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. The rate of conversion of blood containing carboxy hemoglobin is slowed considerably. Prolonging the reaction time to 30 minutes can overcome this പ്രോബ്ലം. അതായത് ഈ ഒരു കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ അടങ്ങിയിട്ടുള്ള ബ്ലഡിൻ്റെ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരു 30 minutes എങ്കിലും എടുക്കുന്നുണ്ട്. ദെൻ അബ്നോർമൽ പ്ലാസ്മ പ്രോട്ടീൻ കോസ് ടർബിഡിറ്റി. ഇതിലുള്ള അബ്നോർമൽ പ്ലാസ്മ പ്രോട്ടീൻ അത് ടർബിഡിറ്റി ഉണ്ടാക്കുന്നുണ്ട് വെൻ ബ്ലഡ് ഈസ് ഡയലൂട്ടഡ് വിത്ത് ഡ്രാപ്കിൻ സൊല്യൂഷൻസ്. ഈ ഡ്രാപ്കിൻ സൊല്യൂഷനായിട്ട് ബ്ലഡ് ഡയലൂട്ട് ചെയ്യണ സമയത്ത് ഇതിലുള്ള അബ്നോർമൽ പ്ലാസ്മ പ്രോട്ടീൻസ് ടർബിഡിറ്റി കോസ് ചെയ്യുന്നുണ്ട്. എ ഹൈ ഗ്ലൂക്കോസൈഡ് കൗണ്ട് ഓൾസോ കോസ് ടർബിഡിറ്റി ഓൺ ഡയലൂഷൻ ഓഫ് ബ്ലഡ്. അതുകൂടാതെ ബ്ലഡിൻ്റെ ഡയലൂഷനിൽ ഒരു ടർബിഡിറ്റി ഉണ്ടാക്കുന്നത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ ഗ്ലൂക്കോസൈഡ് കൗണ്ടാണ്. സെൻട്രിഫ്യൂജിങ് ദ ഡയലൂട്ടഡ് ബ്ലഡ് ക്യാൻ ഹെൽപ്പ് ടു ഓവർകം ദ ടർബിഡിറ്റി. നമ്മളതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടർബിഡിറ്റിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കർവ് ഫോർ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബൈ സയാൻത് മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്.
ഒത്തിരി സാമ്പിൾസ് ഒരു ദിവസം ഒത്തിരി സാമ്പിൾസ് ചെയ്യുന്ന ലബോറട്ടറികളാണെങ്കിൽ അവിടെ ഒരു സ്റ്റാൻഡേർഡ് കർവ് ഈ HB ഹീമോഗ്ലോബിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കർവ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ഈ ഒരു WHO ഇൻ്റർനാഷണൽ റെഫറൻസ് ആയിട്ടുള്ള HICN സ്റ്റാൻഡേർഡ് കൊമേഴ്ഷ്യലി നമുക്ക് 10 ml സ്കെയിൽഡ് ആയിട്ടുള്ള ആംബ്യൂൾസ് ആയിട്ട് അവൈലബിൾ ആണ്. കൊമേഴ്ഷ്യലി അത് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ഫോർ ഇയേഴ്സ് ആണ്. ദെൻ ഇതിലുള്ള ഈ HBയുടെ കോൺസെൻട്രേഷൻ, ഈ ഒരു സൊല്യൂഷനിലുള്ള HBയുടെ കോൺസെൻട്രേഷൻ, എക്സാക്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ ഒരു സൊല്യൂഷൻ്റെ ആ ഒരു ലാബിൽ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ നെക്സ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കർവ് ആണ്. നമ്മൾ ആദ്യം ഒരു സീരിയൽ ഡയലൂഷൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓഫ് ദ റെഫറൻസ് സൊല്യൂഷൻ. എക്സാമ്പിൾ 1:2, 1:4, 1:8 ആൻഡ് സോ ഓൺ with Drabkin solution. അതിനുശേഷം as the HB present in the solution is known, the HB concentration of each dilution is also be known. അതിനുശേഷം നമ്മൾ ഓരോ ഡയലൂഷൻ്റെയും OD നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഇൻ ദ കലോറിമീറ്റർ എഗെയിൻസ്റ്റ് എ ബ്ലാങ്ക് ഓഫ് ഡ്രാബ്കിൻ സൊല്യൂഷൻ. നമ്മളവിടെ യൂസ് ചെയ്യുന്ന ബ്ലാങ്ക് എന്ന് പറയുന്നത് ഡ്രാബ്കിൻ സൊല്യൂഷൻ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോ ഡയലൂഷൻ്റെയും OD അബ്സോർബൻസ് നമ്മൾ എടുക്കേണ്ടതാണ്. പ്ലോട്ട് ദ OD എഗെയിൻസ്റ്റ് HB കോൺസെൻട്രേഷൻ ഓൺ എ ലീനിയർ ഗ്രാഫ് പേപ്പർ. ഒരു ലീനിയർ ഗ്രാഫ് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം. OD എഗെയിൻസ്റ്റ് HB കോൺസെൻട്രേഷൻ ആയിട്ട് നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ദ അബ്സോർബൻസ് ഈസ് പ്ലോട്ടഡ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിലാണ് ഇതിൻ്റെ അബ്സോർബൻസ്, അതായത് OD നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ആൻഡ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിലാണ് കൊടുക്കുന്നത്. ദ പോയിന്റ് ഷുഡ് ലൈസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. പോയിന്റ് ഒരു സ്ട്രൈറ്റ് ലൈനായിട്ടായിരിക്കും അത് ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് ദാറ്റ് പാസസ് ത്രൂ ദ ഒറിജിൻ. ഓക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ വഴി ഓക്സി ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ടഡ് ആവുന്നു. അതേപോലെ തന്നെ ഈ ഒരു കളർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോട്ടോ കലോറിമീറ്റർ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ദ അഡ്വാൻറ്റേജസ്, ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ്, ക്വിക്കാണ്. അതുപോലെ തന്നെ ഇതിലുള്ള ബിലിറൂബിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഇതിൻ്റെ ഈ ഒരു ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെത്തേഡിൻ്റെ റിലയബിലിറ്റീനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്സി ഹീമോഗ്ലോബിൻ്റെ സൊല്യൂഷൻ അത് വളരെ പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡ് ആവുന്നുണ്ട്. അതുകൂടാതെ ഇതൊരു സ്റ്റേബിൾ സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇത് പോസിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രിപ്പയർ എ സ്റ്റേബിൾ സ്റ്റാൻഡേർഡ്. പിന്നെ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്നില്ല ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോക്സി ഹീമോഗ്ലോബിൻ, മെത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് സൾഫ് ഹീമോഗ്ലോബിൻ. അതായത് ഇവിടെ കാർബോക്സി ഹീമോഗ്ലോബിനും മെത്ത് ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ സൾഫ് ഹീമോഗ്ലോബിനും ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിസൾട്ട് ഈ ഒരു മെത്തേഡ് തരുന്നില്ല. ഈ മെഷർമെൻറ്റ് ഓഫ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, അതാണ് അടുത്തതായി പറയുന്നത്. ദ ഓക്സിജൻ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് 1.34 ml ഓക്സിജൻ പെർ GM ഓഫ് ഹീമോഗ്ലോബിനാണ്. ദിസ് ഈസ് എ മെഷർ ഓഫ് ദ ഫങ്ഷൻ ഓഫ് HB. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷനെയാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് റുട്ടീൻലി. ഇത് റുട്ടീൻലി യൂസ് ചെയ്യുന്നില്ല. ആസ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ആൻഡ് ഗീവ്സ് റിസൾട്ട് 2% ലെസ് ദാൻ അതർ മെത്തേഡ്. സോ അതുകൊണ്ട് ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ റുട്ടീൻലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല. അയൺ കണ്ടൻറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ. Iron content can be measured and converted to hemoglobin by using the formula 0.347 mg iron per 100 g hemoglobin. അതായത് ഈ അയൺ കണ്ടൻറ്റിനെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ HB ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് 0.347 mg iron per 100 g ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റഡ് അനലൈസർ അല്ലെങ്കിൽ സെൽ കൗണ്ടർ. അപ്പോൾ ഓട്ടോമാറ്റഡ് അനലൈസർ ഇൻസ്ട്രുമെൻറ്റ്സ് മെഷർ ചെയ്യുന്നത് നോട്ട് ഓൺലി ഹീമോഗ്ലോബിന് മാത്രമല്ല അത് മെഷർ ചെയ്യുന്നത്, ബട്ട് ഓൾസോ വാരിയസ് പാരാമീറ്റേഴ്സ്. അതായത് പലതരത്തിലുള്ള പാരാമീറ്റേഴ്സിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. ലൈക്ക് സെൽ കൗണ്ട്സ്, PCV ആൻഡ് അബ്സല്യൂട്ട് വാല്യൂസ്. അബ്സല്യൂട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ MCV, MCH ആൻഡ് MCHC ഇതെല്ലാമാണ് അബ്സല്യൂട്ട് വാല്യൂസിൽ വരുന്നത്. ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ.
RBCs are lysed by the lysate and the color is matched against the inbuilt standard color and the HB value is obtained. RBCയെ ലൈസ് ചെയ്യുന്നത് ലൈസേറ്റുകളാണ്. അതുപോലെ അവിടെ കിട്ടുന്ന ആ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഇൻബിൽറ്റ് സ്റ്റാൻഡേർഡ് കളറുമായിട്ടാണ് അത് നമ്മൾ മാച്ച്ഡ് ചെയ്യുന്നത്. ആൻഡ് അവിടെ വെച്ചിട്ട് അങ്ങനെ നമുക്കൊരു HB വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ സെൽ കൗണ്ടേഴ്സ് യൂട്ടിലൈസ് എ സയനൈഡ് ഫ്രീ ബയോഡീഗ്രേഡബിൾ റിയേജൻറ്റ്. അപ്പോൾ ഒത്തിരി സെൽ കൗണ്ടേഴ്സൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് സയനൈഡ് ഫ്രീ ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ റിയേജൻസുകളാണ്. ദീസ് ഗീവ്സ് ആൻ ആക്യുറേറ്റ് റിസൾട്ട്. ഇതൊരു ആക്യുറേറ്റ് റിസൾട്ട് തരുന്നു, പ്രൊവൈഡഡ് ദീസ് അനലൈസേഴ്സ് ആർ ഫ്രീക്വൻ്റ്ലി സ്റ്റാൻഡേർഡൈസ്ഡ്. ഹവർ ദ സ്റ്റാൻഡേർഡ്സ് ആർ എക്സ്പെൻസീവ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി ഹീമോ-ക്യൂ ബ്ലഡ് ഹീമോഗ്ലോബിൻ സിസ്റ്റം. WHO അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹീം-ക്യൂ ബ്ലഡ് ഹീമോഗ്ലോബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ, ദ റിയാക്ഷൻ ഇൻ ദ മൈക്രോ ക്യൂവറ്റ് ഈസ് മോഡിഫൈഡ് അസൈഡ് മെത്ത് ഹീമോഗ്ലോബിൻ റിയാക്ഷൻ. അപ്പോൾ ഈ മൈക്രോ ക്യൂവറ്റിലുള്ള റിയാക്ഷൻസിനെ മോഡിഫൈ ചെയ്യുന്നത് അസൈഡ് മെത്ത് ഹീമോഗ്ലോബിൻ റിയാക്ഷൻസ് ആണ്. ദ മൈക്രോ ക്യൂവറ്റ് കണ്ടെയ്ൻ 3 റിയേജൻസ്, 3 റിയേജൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇൻ ഡ്രൈഡ് ഫോമിലാണ് അത് അടങ്ങിയിട്ടുള്ളത്. അതാണ് ഈ ഒരു ഹീമോഗ്ലോബിനെ അസൈഡ് മെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദ ഫോട്ടോമീറ്റർ യൂസസ് എ ഡബിൾ വേവ് ലെങ്ത് മെഷറിംഗ് മെത്തേഡ്. ഇവിടെ ഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത് ഒരു ഡബിൾ വേവ് ലെങ്ത് മെഷറിംഗ് മെത്തേഡാണ്. 570 നാനോമീറ്റർ ആൻഡ് 880 നാനോമീറ്റർ ഫോർ ദ കോമ്പൻസേഷൻ ഓഫ് ടർബിഡിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡിറ്റർമിൻസ് ദ ഹീമോഗ്ലോബിൻ. കോൺസ്റ്റിറ്റ്യൂവൻസ് ആൻഡ് ആക്ഷൻ ഓഫ് റിയേജൻറ്റ് ഇൻ മൈക്രോക്യൂവറ്റ്. ഈ മൈക്രോക്യൂവറ്റിൽ ഉള്ള ഘടകങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആക്ഷൻ, ഈ റിയേജൻസിൻ്റെ ആക്ഷനുമാണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് ഫസ്റ്റ് പറയുന്നത് സോഡിയം ഡിയോക്സി കൊളേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഹീമോലൈസസ് ദ RBC ആൻഡ് റിലീസസ് ദ HP. RBCനെ ഹീമോലൈസ് ചെയ്തതിന് ശേഷം അവിടെ ഹീമോഗ്ലോബിനെ അത് റിലീസ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്. ഈ സോഡിയം നൈട്രേറ്റ് ഹീമോഗ്ലോബിനെ കൺവേർട്ട് ചെയ്തിട്ട് മെത്ത് ഹീമോഗ്ലോബിൻ ഫെറിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ പറയുന്നത് സോഡിയം അസൈഡ് ആണ്. സോഡിയം അസൈഡ് ഇവിടെ ഉണ്ടായ ഈ മെത്ത് ഹീമോഗ്ലോബിനെ അസൈഡ് മെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പാരറ്റസ്, ഇവിടെ വരുന്ന അപ്പാരറ്റസ് ആണ് ദ ഹീമോ-ക്യൂ ബ്ലഡ് ഹീമോഗ്ലോബിൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? ഒരു ഡിസ്പോസിബിൾ മൈക്രോ ക്യൂവറ്റ് ഉണ്ടായിരിക്കും വിത്ത് റിയേജൻറ്റ് ഇൻ ഡ്രൈ ഫോം. അതിൽ റിയേജൻസ് ഡ്രൈ ഫോമിലാണ് ഉണ്ടായിരിക്കുക. ദെൻ ഒരു മൈക്രോ ക്യൂവറ്റ് ഹോൾഡർ ഉണ്ടായിരിക്കും. സിംഗിൾ പർപ്പസ് ഡിറൈവ്ഡ് ഫോട്ടോമീറ്ററും ഉണ്ടായിരിക്കും. ഇനി ഇവിടെ വരുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ അപ്ലൈ മൈക്രോ ക്യൂവറ്റ് ടു എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. ഈ മൈക്രോ ക്യൂവറ്റിൽ എന്താണ്, ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. ദ എക്സാക്ട് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഈസ് ഡ്രോൺ ഇൻ ടു ദ മൈക്രോ ക്യൂവറ്റ് ബൈ കാപ്പിലറി ആക്ഷൻ വഴിയാണ് ഇത് നടക്കുന്നത്. കാപ്പിലറി വീനസ് അല്ലെങ്കിൽ ആർട്ടീരിയൽ ബ്ലഡ് ക്യാൻ ബി യൂസ്ഡ്. ഇവിടെ യൂസ് ചെയ്യുന്നത് കാപ്പിലറി വീനസ് അല്ലെങ്കിൽ ആർട്ടീരിയൽ ബ്ലഡ് ആണ്. വൈപ്പ് ഓഫ് എനി എക്സസ് ബ്ലഡ് ഫ്രം ദ സൈഡ് ഓഫ് മൈക്രോക്യൂവറ്റിൻ്റെ സൈഡിൽ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടെങ്കിൽ അതിനെ വൈപ്പ് ഓഫ് ചെയ്യുക. ദെൻ മൈക്രോക്യൂവറ്റ് എന്ത് ചെയ്യുന്നു? ഇൻ ദ ക്യൂവറ്റ് ഹോൾഡർ ആൻഡ് ഇൻസേർട്ട് ഇറ്റ് ഇൻ ടു ദ ഫോട്ടോമീറ്റർ. ഈ മൈക്രോക്യൂവറ്റിനെ ക്യൂവറ്റ് ഹോൾഡറിലോട്ട് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഫോട്ടോമീറ്ററിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ദ റിസൾട്ട് ആർ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ചെയ്ത്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ക്വിക്കാണ്, ഒരു ഈസി മെത്തേഡാണ്. ദെൻ ഇറ്റ് ഈസ് എ സിംഗിൾ യൂസ് ഡിവൈസ് ആണിത്. ദെൻ സ്റ്റെറൈൽ ആൻഡ് സേഫ് ഫോർ ബ്ലഡ് ഡോണേഴ്സ്. അവർക്കത് വളരെ സ്റ്റെറൈലുമാണ്, അത് സേഫുമാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഔട്ട്ഡോർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. അപ്പോൾ ഔട്ട്ഡോർ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇനി അതർ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ മെത്തേഡാണ്. ഫിസിക്കൽ മെത്തേഡിൽ വരുന്ന ഒന്നാണ്
കോപ്പർ സൾഫേറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡ്. ഇത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലയബിൾ മെത്തേഡാണ്. യൂസ്ഡ് മെയിൻലി ഫോർ, ഇത് മെയിനായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ഡോണേഴ്സ്. അപ്പോൾ ബ്ലഡ് ഡോണേഴ്സിലുള്ള ഹീമോഗ്ലോബിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ സ്റ്റാൻഡേർഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ചിങ് ഫ്രം 1.052 to 1.055 ആർ പ്രിപ്പയർ. ബ്ലഡ് ബാങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദ സൊല്യൂഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് 1.053 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള സൊല്യൂഷൻസ് ആണ് അവിടെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ ഡിറ്റർമിനിങ് ദ ഹീമോഗ്ലോബിൻ ലെവൽ ഓഫ് 12.5 gram per DL for selecting the donors. 1 drop of blood is allowed to fall from the height of 1 centimeter above the surface of copper sulfate solution. If the drop of blood, ഈ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു സർഫസിൽ തന്നെ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റൈസ് ഫ്രം ദ ബോട്ടം ഓഫ് ദ സൊല്യൂഷൻ, സൊല്യൂഷൻ്റെ ബോട്ടത്തിൽ നിന്നാണ് അത് റൈസ് ചെയ്യുന്നതുണ്ടെങ്കിൽ, ദെൻ ദ ഹീമോഗ്ലോബിൻ ഈസ് ലെസ് ദാൻ 12.5 gm/dl. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഹീമോഗ്ലോബിൻ ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ അയൺ കണ്ടൻറ്റ്. അയൺ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഹീമോഗ്ലോബിനെ ഈ ഒരു കെമിക്കൽ മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. ഗ്യാസോമെട്രിക് മെത്തേഡ്. ഗ്യാസോമെട്രിക് മെത്തേഡിൽ വരുന്നത് the test is based on the fact that one molecule of oxygen binds to each iron atom of hemoglobin. ഈ ഒരു ടെസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു ഓക്സിജൻ്റെ മോളിക്യൂള് അതിലെ ഓരോ അയൺ ആറ്റത്തിനെയും, ഈ ഹീമോഗ്ലോബിനത്തെ ഓരോ അയൺ ആറ്റത്തിനെയും അത് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ഇരിക്കുന്നത്. ദസ് ഓക്സിജൻ കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി മെഷർ ചെയ്യുന്നത് ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ എമൗണ്ടിനെയാണ്. നെക്സ്റ്റ് ഡയറക്റ്റ് റീഡിങ് ഹീമോഗ്ലോബിനോമീറ്റർ. അപ്പോൾ ഹീമോഗ്ലോബിനോമീറ്റർ ബേസ്ഡ് ഓൺ ദ സയാനോമെത്ത് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഹയർ മെത്തേഡ്സ് ആർ അവൈലബിൾ. ദ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ഈ ഇൻസ്ട്രുമെൻറ്റിന് എന്തുണ്ടായിരിക്കും, ഹാസ് എ ബിൽഡ് ഇൻ ഫിൽറ്റർ ഉണ്ടായിരിക്കും ആൻഡ് ഒരു സ്കെയിൽ ഉണ്ടായിരിക്കും ആൻഡ് ഇറ്റ് ഗീവ്സ് ഡയറക്റ്റ് റീഡിങ് ഓഫ് HB in G/dl. ദേ ആർ യൂസ്ഡ് ഇൻ ഫീൽഡ് സർവേ. ഫീൽഡ് സർവേസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇമ്പറാറ്റീവ് ദാറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കാലിബ്രേറ്റഡ് ഫ്രീക്വൻ്റ്ലി. നോർമൽ വാല്യൂ ഓഫ് HB മെയിൽസിലാണെങ്കിൽ 15 ± 2 G/dl ആണ് വരുന്നത്. ഫീമെയിലാണെങ്കിൽ 13.5 ± 1.5 G/dl ആണ്. സിഗ്നിഫിക്കൻസ്. ഇനി ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അനീമിയനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ ഫ്രീക്വൻ്റ്ലി ഐഡൻറ്റിഫൈഡ് അബ്നോർമാലിറ്റീസ് ഇൻ അവർ പോപ്പുലേഷൻ. അനീമിയ ഈസ് നോട്ട് എ ഡയഗ്നോസിസ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ഇഫ് ഡിറ്റക്റ്റഡ്, അത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർലൈയിങ് കോസ് മസ്റ്റ് ബി അസർട്ടൈൻഡ്. ദെൻ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു HB എസ്റ്റിമേഷൻ ഈസ് എസെൻഷ്യൽ. അത് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു HB എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ദാറ്റ് ഫർദർ ടെസ്റ്റ് ക്യാൻ ബി ഡൺ ടു അസർട്ടൈൻ ഇറ്റ് ഈസ് കോസ് ആൻഡ് ദ പേഷ്യൻറ്റ് ട്രീറ്റ് അക്കോർഡിംഗ്ലി. അതിനനുസരിച്ചിട്ടാണ് പിന്നെ ട്രീറ്റ് കൊടുക്കുന്നത്. WHO കട്ട് ഓഫ് വാല്യൂ ഫോർ ഡയഗ്നോസിസ് ഓഫ് അനീമിയാണ് പറയുന്നത്. ഏജും HB വാല്യൂസും ആയിട്ടുള്ളൊരു ടേബിളാണ് തന്നിട്ടുള്ളത്. ന്യൂ ബോണിലാണെങ്കിൽ അവിടെ വരുന്ന HB വാല്യൂ എന്ന് പറയുന്നത് 13 to 14 ആയിരിക്കും. ഇനി ഒരു 3 month ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരിൽ വരുന്നത് 9 ആണ് HB വാല്യൂ വരുന്നത്. ഒരു 6 to 14 years ആണെങ്കിൽ അവിടെ വരുന്നത് ലെസ് ദാൻ 12 ആണ് അവിടുത്തെ HB വാല്യൂ എന്ന് പറയുന്നത്. അഡൾട്ട് മെയിലാണെങ്കിൽ ലെസ് ദാൻ 13 ആണ്. ഫീമെയിൽ നോൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ ആണെങ്കിൽ അവരിൽ ലെസ് ദാൻ 12 ആയിരിക്കും. ഇനി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിലാണെങ്കിൽ ലെസ് ദാൻ 11 ആണ് വരുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ എസ്റ്റിമേഷൻ എന്നൊരു ആ ഒരു പോർഷൻ തന്നെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.